വീട്ടിൽ ഒരന്യമാവുന്ന അവസ്ഥ. ഓരോ ആളുകളും ഓരോ ദ്വീപുകളായി മാറുകയാണ്. വീടുകളിൽ ഓരോ ആളുകൾ ഓരോ ദ്വീപാണ്, ഒരു വൻകരയല്ല. ഓരോ ആളുകളും ഓരോ ദ്വീപ്. അവർക്ക് മറ്റുള്ളവരെ അവിശ്വാസം, അച്ഛനും അമ്മയെ അവിശ്വാസം, അച്ഛനും അമ്മയ്ക്കും മക്കളെ അവിശ്വാസം. നിങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ എല്ലാം പ്രചരിച്ച ഒരു ചിത്രം, ഒരു വീഡിയോ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. ഒരു ചെറിയ സ്കൂൾ വിദ്യാർത്ഥി ഒരു അധ്യാപകൻ്റെ മുമ്പിലിരുന്ന്, ഒരു പ്രധാന അധ്യാപകൻ്റെ മുമ്പിലിരുന്ന് അധ്യാപകനെ വെല്ലുവിളിക്കുന്ന ഒരു ചിത്രം വാട്സപ്പിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ കുട്ടിയെ അനുകൂലിച്ചും എതിർത്തും, ആ വീഡിയോയെ അനുകൂലിച്ചും എതിർത്തുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമൻസുകൾ വന്നു. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മളും പഠിച്ചതാണ് കുറേ സ്കൂളിൽ. 1.5 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് അധ്യാപകൻ നടന്നു വരുന്നു കണ്ടപ്പോൾ ഉടുത്തിരുന്ന മാടിക്കത്തിയിരുന്ന ആ മാടിക്കത്ത് അഴിച്ച് കാണിച്ച് ഇന്നും ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ ഓഫീസിൽ എന്നെ പണ്ട് 2ാം ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകൻ്റെ ബന്ധുക്കൾ കടന്നു വന്നപ്പോൾ പോലും എനിക്ക് എഴുന്നേൽക്കാൻ തോന്നിയത് ആ ഗുരുശിക്ഷ ബന്ധത്തിൻ്റെ ബലത്തിലാണ്. കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി ജഡ്ജി ബദറുദ്ദീൻ സാർ അദ്ദേഹം ഒരു വലിയ വിധി പ്രഖ്യാപിക്കുകയുണ്ടായി. ആ വിധിയിൽ പറഞ്ഞു, കേരളത്തിലെ അധ്യാപകരെല്ലാം പഠിപ്പിക്കുന്നത് അവരെല്ലാം ജയിലിൽ പോകുമോ എന്ന് ഭയന്നിട്ടാണ് എന്ന് അദ്ദേഹം ഒരു വിധി പ്രഖ്യാപിക്കുകയുണ്ടായി. എന്താണ് കേസ്? ക്ലാസ്സിൽ അധ്യാപകൻ കയറി വരുമ്പോൾ ഡെസ്കിൻ്റെ മുകളിൽ കാലും കയറ്റിയിരുന്ന അധ്യാപകനെ ശാസിച്ചപ്പോൾ അധ്യാപകനെ ഈ കുട്ടി തെറി പറഞ്ഞപ്പോൾ അധ്യാപകൻ ഈ കുട്ടിയെ അടിച്ചു. കേസായി. ഈ കേസ് കോടതി ക്വാഷ് ചെയ്ത് കളഞ്ഞു. കോടതി ആ കേസ് അവസാനിപ്പിച്ചു. കോടതി നിരീക്ഷിച്ചത് ഒരു അധ്യാപകനും തൻ്റെ കുട്ടികളെ അവരെ മാനസികമായിട്ടോ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല ഇത് ചെയ്യുന്നത്. അവരെ നേർവഴിക്കുന്നതാണ് ഇത് നടത്തിയിരുന്നത്. ഞങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു വന്ന ആളുകളാണ്. അന്ന് പഠിച്ചത് കൊണ്ടാണ്, അന്ന് അധ്യാപകൻ ഞങ്ങളെ തല്ലി പഠിപ്പിച്ചത് കൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ നിലയിലെത്തിയത് എന്നുള്ളതാണ്. പലപ്പോഴും പല രക്ഷകർത്താക്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്ന് അധ്യാപകർ വടി താഴെ വെച്ചു അന്ന് എൻ്റെ കുട്ടികൾ മോശമായി എന്ന് പറയുന്നു. ആ വീഡിയോ നിങ്ങൾ കാണണം. ഒരു അധ്യാപകൻ്റെ മുമ്പിൽ കയറി ഇരുന്നിട്ട്, ആ കസേരയിൽ മുമ്പിൽ ഇരുന്നിട്ട് എൻ്റെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഈ അധ്യാപകരെയൊക്കെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ ആ വിദ്യാർത്ഥിയുടെ മനോഭാവം എവിടെയാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ട് നമ്മൾക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല എന്ന്. കേരളത്തിൽ അല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായിരുന്ന തീവ്രവാദ കേസുകളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർ അതിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യമാണ് അതിലും പ്രസക്തമായിട്ടുള്ളത്. അവർ തെറ്റായ വഴിയിലേക്ക് പോകുന്നത് എന്ന് നമുക്ക് എന്തുകൊണ്ട് കണ്ടെത്താൻ വേണ്ടി പറ്റിയില്ല എന്ന്. അവിടെ വായനശാല ഉണ്ടാവാം, അവിടെ പുരോഗമന പ്രസ്ഥാനങ്ങളുണ്ടാവാം, അവന് സുഹൃത്തുക്കളുണ്ടാവാം, അവന് ബന്ധുജനങ്ങളുണ്ടാവും. എന്തുകൊണ്ട് അവനെ തടഞ്ഞു നിർത്താൻ വേണ്ടി പറ്റിയിട്ടില്ല എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ MDAയുടെ കാര്യം ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം ഒരു പ്രത്യാശയുണ്ട്. ഈ MDMA എന്ന് പറയുന്ന ഈ സാധനം എൻ്റെ വീട്ടിൻ്റെ പടികൾ കടന്ന് കയറി വരില്ല എന്നുള്ളൊരു പ്രത്യാശ നിങ്ങൾക്കുണ്ടെങ്കിൽ ഓർക്കണം, ഈ പ്രത്യാശയെല്ലാം തകർന്നു വീഴുന്ന കാലം വിദൂരമല്ല എന്ന് നിങ്ങളെല്ലാവരും ഓർക്കേണ്ടതുണ്ട്. കാരണം ഒരിക്കലും NDMAക്ക് വിധേയനാവുകയില്ല എന്ന് വിചാരിച്ച് സാംസ്കാരിക പ്രഭാഷണങ്ങൾ നടത്തിയിരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരാളുടെ മകൻ MDMA കേസിൽപ്പെട്ട് അകത്തുപോയപ്പോൾ ഞാനും വിചാരിച്ചു ഇതൊരുപക്ഷെ എൻ്റെ വീട്ടിലേക്കും കയറി വരാവുന്ന ഒരു സാധനം ആണ് ഈ MDMA എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കുടുംബത്തിലാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്നുള്ളത്. കുടുംബത്തിൽ അസ്വാരസ്യങ്ങളുണ്ടെങ്കിൽ അവിടത്തേക്ക് ഇറങ്ങി വരാൻ ഒരുപാട് കഴുകന്മാരുണ്ട് എന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളുടെ കുട്ടികളെ റാഞ്ചിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കഴുകന്മാരുണ്ട്. ആ കഴുകന്മാരുടെ മുമ്പിലേക്ക് നമ്മുടെ കുട്ടികളെ എറിഞ്ഞു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഓരോ രക്ഷിതാവിൻ്റെയും ഉത്തരവാദിത്വം എന്നുള്ളതാണ്. എങ്ങനെയാണ് അവർ ഈ കുട്ടികളെ തിരിച്ചറിയുന്നത്? മയക്കുമരുന്നിന് അടിമയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുട്ടികളെ തിരിച്ചറിയാൻ വേണ്ടി പറ്റും. നല്ല രീതിയിൽ പഠിച്ച കുട്ടികൾ കുറച്ച് ദിവസമായി പഠിക്കാൻ കുറച്ച് പുറകിലോട്ടാണ്. മാർക്ക് നല്ലതുണ്ടാവുന്നു, പക്ഷേ അടുത്ത കാലത്തായിട്ട് മാർക്ക് കുറച്ച് പുറകിലോട്ടാണ്. അവൻ അനാവശ്യമായിട്ട് ദേഷ്യം കാണിക്കുന്നു, അവൻ അനാവശ്യമായിട്ട് മാതാപിതാക്കളോട് ദേഷ്യപ്പെടുന്നു, അനാവശ്യമായിട്ട് ഗുരുജനങ്ങളോട് ദേഷ്യപ്പെടുന്നു, അവൻ ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യപ്പെടുന്നു, അവൻ്റെ ഭക്ഷണ കാര്യത്തിൽ വലിയ താളം തെറ്റലുണ്ടാവുന്നു, അവൻ ശരീരത്തിൽ മെലിഞ്ഞു. നല്ല പ്രസന്നതയോടെ നിന്ന കുട്ടികൾ വളരെ പെട്ടെന്ന് തന്നെ നനഞ്ഞ കോഴിയെപ്പോലെ മാറിയിരിക്കും. നിങ്ങൾ നിരീക്ഷിക്കണം. നിങ്ങൾ കണ്ണും കാതും തുറന്നിരുന്ന് നിങ്ങളെ മക്കളെ നിരീക്ഷിച്ച് അവൻ വഴിതെറ്റിപ്പോകുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണമെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇടം ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ്.